അർബുദ രോഗബാധിതനായി 26-കാരൻ ചികിത്സയ്ക്ക് സഹായം തേടുന്നു. നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശി ഷാമിൻ ഇബ്രാഹിമിന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ചികിത്സ നടത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം. അവനെ എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിലും ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശി ഷാമിൻ ഇബ്രാഹിമിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രക്താർബുദം ബാധിച്ചെന്ന് തിരിച്ചറിഞ്ഞത്. ബി-സെൽ ലിംഫോമ എന്ന രോഗത്തിനാണ് ഇപ്പോൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സ. ലക്ഷങ്ങൾ ചെലവഴിച്ച് 6 കീമോതെറാപ്പി എടുത്തു. എന്നാൽ തുടർന്നുള്ള ചികിത്സ കൊണ്ട് മാത്രമേ ജീവൻ നിലനിർത്താനാകൂ. 2 വർഷത്തിന് മുന്നേ ഒരു ചെറിയൊരു പനിയും തലകറക്കമായിട്ട് വന്നതാണ്. ഇപ്പോൾ 6 കീമോയൊക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കുകയാണ്. അപ്പം ഇനി മുന്നോട്ട് ചികിത്സ വേണമെന്ന് പറഞ്ഞു. മുന്നോട്ട് ചികിത്സ വേണമെങ്കിലും പൈസ വേണം. ഇത്രയും നാളും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി ചേർന്ന് പൈസ എല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴ് ട്രാൻസ്പ്ലാന്റേഷന് പറഞ്ഞിട്ടുണ്ട്. 5 കീമോയും ട്രാൻസ്പ്ലാന്റേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ 5 കീമോയ്ക്ക് തന്നെ ഒരു കീമോയ്ക്ക് 4 ലക്ഷം രൂപ വെച്ചാണ് പറയുന്നത്. എല്ലാം കൂടി ഒരു 60 ലക്ഷം രൂപ വരും. കീമോതെറാപ്പിയും കാർട്ടിസെൽ തെറാപ്പിയുമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തുടർന്നുള്ള ചികിത്സയ്ക്ക് 60 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. അമ്മ സബീന ബീവിയുടെ തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. പിതാവും അസുഖബാധിതനാണ്. അടിയന്തര ചികിത്സ ലഭ്യമാകാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.